എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു അനുഭവം കേൾക്കാം. ഈ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിലുള്ള എഴുതി അയച്ചെന്ന് 5 പേജുണ്ടേ. പല അമ്മമാരും എഴുതുമ്പോൾ സൈഡിലെ ചില വരികളുണ്ടാവില്ല. ഒരു പേജ് ഒരു രീതിയിൽ, മറ്റൊരു പേജ് രീതിയിൽ, അങ്ങനെ അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ അയച്ചു തരും. ഞാനതൊക്കെ ഇങ്ങനെ നേരെയാക്കി വെച്ച് ചെറിയ അക്ഷരമായിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ വായിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു അനുഭവം 5 പേജിലുണ്ട്. 5 പേജും 5 രീതിയിലാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം എന്തായാലും വായിക്കാം. നമുക്ക് ഗുരുവായൂരേക്കുള്ള യാത്രയാണത്. യാത്ര സുഖമായിട്ട് ഗുരുവായൂരെത്തുന്നുണ്ട്. അതൊരു സുഖമാണ് ഗുരുവായൂരേക്കുള്ള യാത്ര അനുഭവമായിട്ട് കേൾക്കാൻ. ഇത് കേൾക്കുമ്പം ഒരു സന്തോഷവും ഒരു ചിരിയൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് കേൾക്കാം. അയ്യോ, ത്രിമധുരം എന്താ കഥ, എന്താ തുടങ്ങിയത് തന്നെ. ത്രിമധുരം ഗ്രൂപ്പിലെ ഓരോ അനുഭവങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണ് ഞാൻ, സത്യഭാമ. ആഹാ, ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ്. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ കേട്ടോ അംഗമായിട്ട്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ വടക്കേത്തറ. ഞാൻ ഇന്നലെ ഗുരുവായൂരിൽ പോയി. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതിയാണ് പോയത്, ഞായറാഴ്ച. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒന്നല്ല എന്ന് വേണം പറയാൻ. ഞാൻ പോകുന്നില്ല, മകനെയും മകളെയും കൂടി വിടാനായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ നേരം വെളുത്തപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, അമ്മ പോയിക്കോളൂ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടോ. ഗുരുവായൂർ ചെന്ന് തെക്കേ നടയിൽ നിന്ന് വരി നിന്നു. ഞാൻ മോളെ വരി നിർത്തി. ആദ്യം വഴിപാട് ചീട്ടാക്കാൻ നിന്നുട്ടോ. പാൽപ്പായസമാണ് വേണ്ടത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഇടയിൽ കയറി, ഒരു പാൽപ്പായസം ചീട്ടാക്കി തരുമോ എന്ന്. അപ്പോൾ അവിടെ നിന്ന ആള് പറഞ്ഞു, ഞങ്ങളൊക്കെ അതിന് നിൽക്കുന്നവരാണ് എന്ന്. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ ഒരാൾ ഡപ്പ ചീട്ടാക്കിയിട്ട് പറയാണ്, വേണ്ട, ഓരോരുത്തരും മേടിക്കാൻ പറഞ്ഞു, പാൽപ്പായസം ഇതാ അവിടെ ഉണ്ട്. പക്ഷെ ആരും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അത് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പാൽപ്പായസം മാത്രം ചീട്ടാക്കിയാൽ മതി. പിന്നിൽ തിരിഞ്ഞപ്പോൾ പരിചയമുള്ള ഒരു ടീച്ചർ, നമ്മുടെ നാട്ടുകാരിയായിരുന്നു. വാങ്ങിക്കോളൂ ഡബ്ബ എന്ന് പറഞ്ഞു. എന്നെ അവിടെ നിർത്തി. പാൽപ്പായസം ചീട്ടാക്കി. അത് കഴിഞ്ഞ് ബാഗ് ഫോൺ വെക്കാൻ ചെന്നപ്പോൾ ചെറിയ ക്യൂ ഉണ്ടേ. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്ന്, വേഗം അപ്പുറത്ത് പോയി നിന്നോളൂ, അവിടെ ഒരു തിരക്കില്ലാന്ന്. പെട്ടെന്ന് ബാഗ് വെച്ച് വരിയിൽ പോയി നിന്നു. അവിടെ വെച്ചപ്പോൾ ഉച്ചവരെ ഉള്ളിൽ കയറി തൊഴാനുള്ള ക്യൂ ക്ലോസ് ആയി. പിന്നെ 4:30 മണിക്ക് നട തുറക്കൂ. എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്രസാദം ഊട്ട് നടക്കുന്നിടത്തേക്ക് പോയി വരി നിന്നു. കുറച്ച് കഴിഞ്ഞ് മോളുടെ കുട്ടി മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ് മോളോട് പറഞ്ഞു, താഴെ നിൽക്കാം, അവനെ ബാത്റൂമിൽ പോയി വന്നിട്ട് മുന്നിൽ പ്രസാദം ഊട്ട് നടക്കുന്നില്ലേ. മുൻപിൽ ഞാനും മോളും കുട്ടിയും നിന്നു. ചിലരെ സെക്യൂരിറ്റി ഇടയിൽ കടത്തിവിടുന്നുണ്ടായിരുന്നു. മോൻ പെട്ടെന്ന് ചങ്ങല പിടിച്ചു നോക്കിട്ടോ. ഗേറ്റിന്റെ അറ്റത്തായിരുന്നു. സെക്യൂരിറ്റി പെട്ടെന്ന് ഞങ്ങളെ തള്ളി മാറ്റി. ഞങ്ങൾ കയറാൻ ശ്രമിച്ചല്ലോ. അവനാ സ്റ്റീല് ചെയിന് കണ്ടപ്പോൾ തൊടാൻ നോക്കിയതാണ്. ഞാൻ മോളെ വരിയിൽ നീങ്ങുന്നത് കണ്ടപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് ആരോ കൈപിടിച്ച് ഉള്ളിലേക്ക് കയറ്റി. മോനും നിങ്ങളും അല്ലേ ഉള്ളൂ എന്ന ചോദ്യം. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ മോളോട് പോയി കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദർശനത്തിലുള്ള ക്യൂവിൽ വീണ്ടും ചെന്ന് നിന്നുട്ടോ. 4:30 നടന്നു തുറന്ന് ദർശനം കിട്ടി. താമരക്കണ്ണനായിട്ടാണ് ഭഗവാനെ കാണാൻ കഴിഞ്ഞത്. നന്നായി കണ്ടു തൊഴാൻ സാധിച്ചുട്ടോ. ഓരോ ഒരു പഴവും പഞ്ചസാരയും വെണ്ണ ഇതൊക്കെ വാങ്ങി കൈ പിടിച്ചിരിക്കുന്ന ഓരോരുത്തരും. ഭഗവാനെ, എനിക്കൊരു പഴം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. തൊഴുതിറങ്ങി കൊടിമരച്ചൂട്ടിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിനടുത്തൊരു വലിയ പാത്രത്തിൽ ചെറുപഴം കൊണ്ടുവച്ചിരിക്കുന്നു. അത്ഭുതമായി ഭഗവാനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും, നീ ഇത് കൊണ്ടുവന്നല്ലോ, വേണ്ടവർ എടുത്ത് കൈ പിടിക്കുന്നു. അതുപോലെ ശ്രീലകത്ത് വലിയ പാത്രത്തിൽ നെയ്യ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടോ. അപ്പോഴതാ പുറത്ത് ചന്ദനം കൊടുക്കുന്നിടത്ത് നെയ്യ് കൊടുക്കുന്നു. അങ്ങനെ അതും സാധിച്ചു തന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് തൊഴുതിറങ്ങി. സമയം ഒരുപാടായിട്ടോ. ബസ് 6:10 ഒരെണ്ണുണ്ട്. അത് പ്രതീക്ഷിച്ച് വേഗം നടന്നു. ബസ് പുറപ്പെടാൻ കാത്തു നിൽക്കാണ്. മോനെ കഴിക്കാനുള്ളത് വാങ്ങി കൈ പിടിച്ചിട്ടോ. എന്നിട്ട് ബസ്സിൽ കയറി. സമയം ഒരുപാടായി. അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ, നിങ്ങൾ കൂർക്കഞ്ചേരി ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്രാളിക്കാവ് പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതിനാൽ ബസ് ചിലപ്പോൾ കിട്ടില്ല. അത് കേട്ടപ്പോൾ പേടി തോന്നി. സമയം 7:30 ഞാനും മോളും കുട്ടിയും തനിച്ച്. ഇടയ്ക്ക് ഞാൻ വടക്കാഞ്ചേരിക്കുള്ള പാറക്കുള്ള സീറ്റാണ് എടുത്തത്. ചിലപ്പോൾ ബസ് വഴിതിരിഞ്ഞു പോകും, ബ്ലോക്ക് ഉള്ളതിനാലെന്ന്. എൻ്റെ സമാധാനം പോയി. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ആ വഴി പോകാൻ പറ്റുമോ, വേറെ വഴികളുള്ളതായിട്ട് അറിയില്ല എനിക്ക്. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു. മോളോട്
മോളോട് ഇടയ്ക്ക് ചോദിക്കും കുറുക്കഞ്ചേരി ഇറങ്ങാല്ലേ. അപ്പം മോള് പറയും ആ എന്ന്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിക്കും. അങ്ങനെ ഞങ്ങൾ കുറുക്കഞ്ചേരി എത്തി. കണ്ടക്ടർ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞാൻ മോളോട് നമുക്ക് വടക്കാഞ്ചേരിയിൽ ഇറങ്ങാമെന്ന്. അപ്പോൾ അവള് പറഞ്ഞു, എന്നാ എങ്ങനെ വടക്കാഞ്ചേരി എത്തി? ഞങ്ങൾ ഇറങ്ങിയില്ല. ഡ്രൈവറോട് ചോദിച്ചു, ബസ് ഓട്ടുപാറ പോവില്ലേ? ആ ഡ്രൈവർ അങ്ങനെ ഓട്ടുപാറ എത്തിയിട്ടോ. ഞങ്ങൾ കാത്തു നിൽക്കും പോലെ ബസ് തിരുവില്ലാമല റെഡിയായി നിൽക്കുന്നു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ആ ബസ് ഒന്ന് നിർത്താൻ പറയുമെന്ന്. വേഗം ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ 8:30 വല്ലാതെ വിഷമിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായി, പൂരത്തിൻ്റെ തിരക്ക്. വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത് കേട്ടോ. പാൽപ്പായസത്തിനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. മക്കൾക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എന്താ പറയേണ്ടത്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഡെപ്പ ഷീട്ടാക്കിയപ്പോൾ ഭഗവാൻ അത് തന്നു പാൽപ്പായസം. അപ്പോഴും മനസ്സിൽ വിചാരിച്ചു ഇത് ത്രിമധുരം ഗ്രൂപ്പിൽ പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. സാറ് പറ്റും പോലെ പറയുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ യാത്രയായിരുന്നു. അമ്മ എഴുതിയതിൽ കുറേ കാര്യങ്ങൾ ഞാൻ തപ്പിത്തടഞ്ഞാണ് കുറച്ചൊക്കെ വായിച്ചത്. പക്ഷേ അനുഭവത്തിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ 2 മക്കളായിട്ടൊക്കെ വന്നു. ഭഗവാൻ അങ്ങനെ കണ്ടു. രാത്രി ഒറ്റയ്ക്ക് ഭയപ്പെടുത്തുന്ന യാത്ര എന്നൊക്കെ പറയല്ലേ. ഭയപ്പെടുത്തുന്ന പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ബസ് നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ അല്ല പോകുന്നത്. രാത്രിയാണ്, ആരുമില്ല കൂട്ടിന് എന്നൊക്കെ വിചാരിക്കുമ്പം അത് ഭയപ്പെടുത്തും. പക്ഷേ കണ്ണനെ അവരെ ഭയപ്പെടുത്താതെ സന്തോഷത്തോടെ വീട്ടിലെത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരിലേക്കും അനുഭവങ്ങൾ എത്തിക്കാം. ഇതൊക്കെയാണല്ലേ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാട്ടോ, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. ഹരേ കൃഷ്ണ.